ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവ് ആരാണെന്നറിയാമോ? ഇന്ത്യൻ വ്യോമയാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? JRD ടാറ്റയാണ്. JRD ടാറ്റ, ഫാദർ ഓഫ് ഇന്ത്യൻ എയർവേസ്. ആൻസർ JRD ടാറ്റ, ഫാദർ ഓഫ് ഇന്ത്യൻ എയർവേസ് JRD ടാറ്റ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് ആരാണ്? JRD ടാറ്റ, ഫസ്റ്റ് പൈലറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ JRD ടാറ്റ. JRD ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? ഊർമിള കെ പരീഖ്, ഫസ്റ്റ് വുമൻ പൈലറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ ഊർമിള കെ പരീഖ്, ഊർമിള കെ പരീഖ്. അതുപോലെ പറയുകയാണെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. അതുപോലെ തന്നെ എയർപോർട്ട് ഏവിയേഷൻ കമ്പനി എവിടെയാണ്? മുംബൈ. എയർപോർട്ട് ഏവിയേഷൻ കമ്പനി ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. എവിടെയാണ്? മുംബൈയിലാണെങ്കിൽ മുംബൈയിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ ഇനി പറയുന്ന കുറച്ച് വിമാനത്താവളങ്ങളും ആസ്ഥാനങ്ങളുമാണ്. ആസ്ഥാനങ്ങൾ സർദാർ പട്ടേൽ എയർപോർട്ട്, സർദാർ പട്ടേൽ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണെന്നറിയാമോ? സർദാർ പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. എവിടെയാണ്? അഹമ്മദാബാദ്. സർദാർ പട്ടേൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അംബേദ്കർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? അംബേദ്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗ്പൂരിലാണ്. എവിടെയാണ്? നാഗ്പൂരിലാണ്. അംബേദ്കർ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് നാഗ്പൂർ. അതുപോലെ പറയുകയാണെങ്കിൽ സത്യസായി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂട്ടപർത്തി, ആന്ധ്രാപ്രദേശ്. സത്യസായി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് പൂട്ടപർത്തി, ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ വിവേകാനന്ദ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? വിവേകാനന്ദ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റായ്പൂർ, ഛത്തീസ്ഗഡ്. വിവേകാനന്ദ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് റായ്പൂർ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. ക്യാപിറ്റൽ ഓഫ് ഛത്തീസ്ഗഡ്. ആൻസർ റായ്പൂർ. അതുപോലെ പറയുകയാണെങ്കിൽ ഗോപിനാഥ് ബർദോളി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുവാഹട്ടി, ആസാം. ഗോപിനാഥ് ബർദോളി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ഗുവാഹട്ടി, ആസാം. അതുപോലെ സീറോ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. സീറോ ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് അരുണാചൽ പ്രദേശ്. അതുപോലെ വീർ സവർക്കർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? വീർ സവർക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വീർ സവർക്കർ എയർപോർട്ട് സിറ്റുവേറ്റഡ് അറ്റ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ വീർ സവർക്കർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വീർ സവർക്കർ എയർപോർട്ട് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അതുപോലെ പറയുക ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. കേട്ടോ, ക്യാപിറ്റൽ ഓഫ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ആൻസർ പോർട്ട് ബ്ലെയർ. അതുപോലെ അഗതി എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? അഗതി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപ്. അഗതി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ലക്ഷദ്വീപ്. അതുപോലെ പറയുകയാണെങ്കിൽ ഛത്രപതി ശിവജി ടെർമിനൽസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഛത്രപതി ശിവജി ടെർമിനൽസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മുംബൈയാണ്. ഛത്രപതി ശിവജി ടെർമിനൽസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. കേട്ടോ, ബിസിയസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ പറയുകയാണെങ്കിൽ
ജയപ്രകാശ് നാരായൺ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പാട്ന. എവിടെയാണ്? പാട്നയിലാണ്, ബീഹാർ. അതുപോലെ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? അയോധ്യ, ഉത്തർപ്രദേശ്. അയോധ്യ ഉത്തർപ്രദേശിലാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അയോധ്യ. ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് എവിടെ സ്ഥിതി? ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് ലൊക്കേറ്റഡ് ലഖ്നൗ. എവിടെയാണ്? ലഖ്നൗ. അതുപോലെ മിർസ മുണ്ട എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? മിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാഞ്ചി. മിർസ മുണ്ട എയർപോർട്ട് ലൊക്കേറ്റഡ് റാഞ്ചിയിലാണ്. മിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് റാഞ്ചി. എവിടെയാണ്? റാഞ്ചിയിലാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മൾ വിമാനത്താവളം ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബ്. എവിടെയാണ്? പഞ്ചാബ്. ഭഗത് സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. അതുപോലെ കേരളത്തിൽ പ്രധാനമായിട്ടും 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേട്ടോ. ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം. സ്റ്റേറ്റ് കേരള ഹാസ് 4 ഇന്റർനാഷണൽ എയർപോർട്ട്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. സിയാൽ എന്നറിയപ്പെടുന്നത് നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. സിയാൽ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് നോൺ ആസ് സിയാൽ. അതുപോലെ പറയുകയാണെങ്കിൽ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ പ്രവാസികളുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. കേരളത്തിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ എയർപോർട്ട് ഏതാണ്? നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. ഫസ്റ്റ് സോളാർ എയർപോർട്ട് ഓഫ് ദ വേൾഡ്. ആൻസർ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ തന്നെ കാലിക്കട്ട് എയർപോർട്ട് സ്ഥിതി എവിടെയാണ്? നമ്മളുടെ കാലിക്കട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയും? ആ കാലിക്കട്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ എഴുതും കോഴിക്കോട്. പക്ഷേ അല്ല, കാലിക്കട്ട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്താണ്. അതുപോലെ കരിപ്പൂർ വിമാനാപകടം, കരിപ്പൂർ പ്ലെയിൻ ട്രാജഡി എന്നറിയാമോ? 2020 ഓഗസ്റ്റ് 7-നാണ് കരിപ്പൂർ പ്ലെയിൻ ട്രാജഡി. 2020 ഓഗസ്റ്റ് 7 കേട്ടോ. 2020 ഓഗസ്റ്റ് 7 കരിപ്പൂർ പ്ലെയിൻ ട്രാജഡി. അതുപോലെ പറയുകയാണെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. വാസ് ഇനാഗുറേറ്റഡ് ബൈ അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഓൺ 2018 ഡിസംബർ 9. 2014 ഡിസംബർ 9 നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അതുപോലെ അഹല്യാദേവി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശ്. അഹല്യാദേവി ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ഇൻഡോർ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം എവിടെയാണ്? ലേയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം. ഹയസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ ലേയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് മാവേലിക്കായുള്ള ദീപം ലോ അക്കാദമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ് കേട്ടോ. വീഡിയോ കാണുന്നവർ വീഡിയോ കാണുന്നത്. ഞാൻ ഒരാളെ വീഡിയോ കാണാൻ നിർബന്ധിക്കത്തില്ല. അതെൻ്റെ ഒരു പോളിസി അല്ല. ഒരാളെ വീഡിയോ കാണാൻ ഞാൻ നിർബന്ധിക്കില്ല. വീഡിയോ കാണുന്നവർ വീഡിയോ കാണും.